ഇതിലൊന്നും നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. ഇതൊക്കെ സത്യാണടാ. വിജയം തടയുന്ന 3 വലിയ തെറ്റുകൾ അതെന്തൊക്കെയാന്ന് വെച്ചാല്, ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തില് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ ആരുടെ അടുത്താണോ സമയം ചെലവിടുന്നത് എന്നുള്ളത്. പലപ്പോഴായിട്ട് നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ചിന്തകളും ഈ സർക്കിളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ നല്ല ഗ്രോ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും വളരും. അതേസമയം നമ്മൾ നല്ല മടിയന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ ആ മടി നമ്മളിലേക്കും കൂടെ വരും. അതല്ല, നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണെങ്കിൽ നമുക്ക് ആ പോസിറ്റിവിറ്റി ഉണ്ടാവും. അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളിലാണെങ്കിൽ പല കാര്യങ്ങളും നമുക്കും ഭാരമായിട്ട് അനുഭവപ്പെടും. അതായത് ജീവിതത്തിലെ പല നിർണായക ദിശകളിലും നമ്മളെ തിരഞ്ഞെടുക്കാൻ ഈ സർക്കിൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആദ്യമൊന്നും ഞാൻ ഇതിൽ ഒട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയാ നമ്മുടെ സർക്കിൾ നമ്മുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും ചെറിയ തരത്തിലെങ്കിലും നമ്മുടെ സർക്കിള് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ള ഒരു സത്യമാണ്. ഇപ്പൊ നല്ലപോലെ വായിക്കുന്നവരുടെ ഇടയിൽ പോയിട്ട് ഒട്ടും വായിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ പോയാൽ സ്വാഭാവികമായിട്ടും അവർ വായിച്ചു തുടങ്ങും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ട്രാവലൊക്കെ ചെയ്യുന്ന യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുടെ ഇടയിൽ പോയിട്ട് ഒട്ടും യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ പോയാലും അത് ഒന്ന് പോയി നോക്കും, അല്ലെങ്കിൽ യാത്രകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇതേപോലെ തന്നെയാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. പോസിറ്റിവിറ്റി ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളും നല്ലത് തിരഞ്ഞെടുക്കാൻ തുടങ്ങും എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ള സത്യം തന്നെയാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സർക്കിളൊക്കെ നമ്മളെ വളരാൻ സഹായിക്കുന്നവരാണോ, അതോ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ പറയുമ്പോൾ ഞാൻ ഇതിന് ചേർന്നാൽ കൊള്ളായിരുന്നു, ഇത് പഠിച്ചാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നാളെ മുതൽ എനിക്ക് വായിച്ചു തുടങ്ങാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ തളർത്തുന്നവരാണോ, അതോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ പുഷ് ചെയ്യുന്നവരാണോ, ഒന്ന് ചിന്തിച്ചു നോക്കണം എല്ലാവരും. അപ്പം അറിയാം നമ്മൾ നമ്മുടെ സർക്കിള് നമ്മളെ ഗ്രോ ചെയ്യിക്കാനുള്ളവരാണോ നമ്മളെ ഡൗൺ ചെയ്യിക്കാനുള്ളവരാണോ എന്നുള്ളതിൻ്റെ യഥാർത്ഥ സത്യം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ നോക്കിയിട്ടാണോ നമ്മളൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു സർക്കിളിൽ പോവുക, അതൊക്കെ എങ്ങനെ സാധ്യമാകും? ഇതൊക്കെ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊന്നും ഒട്ടും പോസിബിൾ അല്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തളർത്തി ജോക്കൊക്കെ പറയുന്ന കൂട്ടുകാരുണ്ടാവില്ലേ, കോമഡി ആയിരിക്കും പക്ഷെ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും. നമ്മുടെ ഒരു ദിവസം പോലും നമ്മൾ അത് ആലോചിച്ചിരിക്കേണ്ട അവസ്ഥകളൊക്കെ കാണാറില്ലേ? അതായത് ഇപ്പോൾ ബോയ്സിൻ്റെ ഇടയിലൊക്കെ അവർക്ക് പക്ഷേ അത് ജോക്കായിരിക്കാം, പക്ഷെ ആ കേൾക്കുന്ന ആളുടെ മൈൻഡിൽ എങ്ങനെയാ അത് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നാൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും, നമ്മളെ തളർത്തുന്നവരാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ ഇതൊക്കെ നോക്കിയിട്ട് ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യാൻ അതൊട്ടും പോസിബിൾ അല്ല. അതേസമയം നമുക്ക് പറ്റാത്തിടങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാം, അത് നമുക്ക് പറ്റില്ലേ? പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം നമുക്ക് മോശമോ നല്ല ശീലമോ ഏതെങ്കിലും നമ്മൾ ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയിൻ റിയാക്ഷൻ പോലെ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു വലിയ ജോലി തന്നു, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം, അതുകൊണ്ട് ഞാനിതിപ്പോൾ മാറ്റി വെച്ചു. അത് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ എന്താ നമുക്ക് സംഭവിക്കുന്നത്, നമ്മളിത് ആലോചിച്ചിരിക്കും, അയ്യോ ഇത് ചെയ്തില്ലല്ലോ. അപ്പം അതിൻ്റെ പിന്നാലെ നമുക്ക് സ്ട്രെസ്സായി, പിന്നെ നമ്മുടെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങും. എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് വരും. ഇങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിനാണ് ചെയിൻ റിയാക്ഷൻ പോലെ നമ്മളിലേക്ക് അടുക്കാന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ഒരു കാര്യവും. ഇപ്പം ഏതെങ്കിലും ഒരു ചെറിയ ഹാബിറ്റ് നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് എല്ലാവരും ആദ്യം ഫോണായിരിക്കും നോക്കുക, സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്തു, എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ വന്നു, അതേസമയം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്ത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം വന്നു, അതിനെ റിലേറ്റ് ചെയ്ത് അങ്ങനെ പോകും. അതേസമയം ഒരു ദിവസം നമ്മൾ ഫോണേ എടുത്തില്ല രാവിലെ, നമ്മൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും. ഓരോ കാര്യങ്ങളും നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് ആലോചിച്ചും എല്ലാം ചെയ്യണം. കാരണം ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്ന കാര്യങ്ങളാണ്. ഈ ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം ഒന്ന് നല്ലപോലെ ഒന്ന് മാറാൻ ഇപ്പം അത്ഭുതങ്ങൾ സംഭവിക്കണമൊന്നുമില്ല. നമ്മുടെ ഫ്യൂച്ചർ മാറാൻ, നമ്മുടെ നല്ല ഹാബിറ്റ് ഉണ്ടാവാൻ, അതേപോലെ നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ
നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സർക്കിൾ മതി എന്നുള്ളത് തന്നെയാണ് ഈ ബുക്കിൽ പറയണത്. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ആരോടെങ്കിലുമൊക്കെ അഡ്വൈസ് ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ ചോദിക്കുമ്പം നമ്മൾ ഒന്ന് ആലോചിക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് നയിക്കുന്ന ആളാണോ, അങ്ങനെയുള്ളതൊന്ന് ആലോചിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അഡ്വൈസ് എടുക്കാൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒട്ടും സന്തോഷമില്ലാത്ത ഒരാള് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അത്ര സന്തോഷം ആഗ്രഹിക്കുന്ന ഒരാളല്ല, എപ്പോഴും ദുരന്തമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ്. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാണ്, ഞാൻ ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണ്, അൺഹാപ്പി ആണ്, എനിക്കൊന്ന് ഹാപ്പി ആയിട്ട് നടക്കാൻ എന്താ ചെയ്യുക എന്ന് അവരോടത്ത് ചോദിക്കുകയാണെങ്കിൽ അവരെന്താ പറയുക ഓപ്പോസിറ്റ്? ഓ, സന്തോഷമൊന്നും അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വേറെ കുറെ ആളുകളുടെ ലൈഫിലേക്ക് ഉണ്ടാവുള്ളൂ, നമുക്കൊന്നും അത് വിധിച്ചിട്ടില്ല, നമുക്കെന്താ ദുരന്തം തന്നെ, ഇതൊക്കെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോവാ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഇത് കേൾക്കുന്ന നമ്മുടെ മനോഭാവമോ അതേപോലെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ വരും, അയ്യോ ശരിയാ, സന്തോഷമൊന്നും ഇല്ല എനിക്കും എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കും. അതേസമയം നമ്മൾ ഭയങ്കര ഹാപ്പിയും ചില്ലായിട്ട് ഉള്ള ഒരാളുടെ അടുത്ത് പോയിട്ട്, ഇന്ന് ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആണ്, എനിക്ക് ഹാപ്പി ആവാൻ ഞാൻ എന്താ ചെയ്യാ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 100 ചോയ്സസ് ഉണ്ടാവും. അപ്പൊ അവര് ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാ, അതൊക്കെ ചെയ്യാം, അപ്പൊ ഭയങ്കര ഹാപ്പിയാവും. അല്ലെങ്കിൽ ഒന്ന് മഴ നനയാ ഹാപ്പിയാവോ, അങ്ങനെ ഒരു തരം അവർക്ക് 100 ചോയ്സസ് നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും. സോ നമ്മൾ അഡ്വൈസ് എടുക്കുന്ന ആളുകൾ അതിനും കൂടെ ഒരു അർഹനാണോ എന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയിട്ട് എടുക്കണം. ആ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യങ്ങളിലല്ല, പല കാര്യങ്ങളിലായിട്ട്. ഇപ്പം ഒട്ടും സക്സസ് ഇല്ലാത്തവരുടെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഒട്ടും ബിസിനസ്സിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്തവരുടെ അടുത്ത് പോയിട്ട് ഇപ്പം നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരതിൻ്റെ നെഗറ്റീവ് പറയാനാണ് ചാൻസ് കൂടുതൽ. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എല്ലാ അഡ്വൈസും എടുക്കാൻ. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും നമ്മുടെ ലൈഫിൽ കാണണമെന്നില്ല. അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തപ്പം ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ലല്ലോ, അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മുടെ ഒരു 1% നമ്മൾ ഡെയിലി ഒരു ഇമ്പ്രൂവ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 ഇയർ ഒക്കെ ആവുമ്പോഴേക്കും നമ്മുടെ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു പേഴ്സൺ ആവാനാണെങ്കിൽ നമ്മൾ നോക്കുന്നെങ്കിൽ ഒരു വർഷമൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പം നമ്മളൊരു റീഡിംഗ് ആണ് തുടങ്ങുന്നതെങ്കിൽ, ഇപ്പം ഒരു 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 1 മന്ത് നമ്മൾ ഒരു ബുക്ക് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഒരു 1 ഇയർ ആകുമ്പോഴേക്കും നമുക്ക് എത്ര നോളേജ് കിട്ടിയിട്ടുണ്ടാവും. സോ നമ്മളൊരു 1% ഇമ്പ്രൂവ് എടുത്ത് തുടങ്ങാം. പിന്നെ ഈ ബുക്കിൽ പറയുന്നുണ്ട് വിജയം തടയുന്ന 3 വലിയ തെറ്റുകൾ. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, 1 പെർഫെക്ഷനിസം, 2 കംഫർട്ട് സോൺ, 3 മൾട്ടി ടാസ്കിങ്. പെർഫെക്ഷനിസം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് വീഡിയോ ഇടാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇടാം, എഡിറ്റിംഗ് ഒക്കെ കൂടെ ഒന്നുകൂടെ പഠിച്ചിട്ടിടാം, ഇങ്ങനെ പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലം. അവസാനം എനിക്ക് മനസ്സിലായി, ഞാൻ പെർഫെക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യേയില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതെയും വീഡിയോ ഇടാതെയും ഒരുപാട് കാലം പോയി. അവസാനം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാം എന്ന് വിചാരിച്ചു. ഈ പെർഫെക്റ്റ് വേണ്ട, ഉള്ളത് വെച്ച് അങ്ങോട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നമ്മൾ പ്രോഗ്രസ് ആണല്ലോ ഒരാളെ പെർഫെക്റ്റ് ആക്കുക. നമ്മൾ ഒന്നും ചെയ്യാതെ എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലായത് കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഞാൻ പെർഫെക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഇത് തന്നെയാണ് ഈ ബുക്കിൽ പറയുന്നത്, പെർഫെക്ഷനിസം. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും തുടങ്ങാതെ ഇരിക്കുന്നില്ലേ, നമ്മൾ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഡിലേ. രണ്ടാമത്തെ കാര്യമാണ് കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ പറയുന്ന ഞാനും ഭയങ്കരമായിട്ട് കംഫർട്ട് സോണിൽ ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ പതുക്കെ പതുക്കെ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു ആവറേജ് ലൈഫ് മതി, റിസ്ക് എടുക്കണ്ട, സേഫാണ്, എല്ലാം സ്മൂത്ത് ആയിട്ട് പൊക്കോളും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി ഒരു പുതിയത് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ പറയുന്നവർക്ക് പറയാം എൻ്റെ ലൈഫ് വെച്ച് ഞാൻ റിസ്ക് എടുക്കില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ പൊതുവേ ഞാൻ കണ്ടുവരുന്നതും. ഈ പറയുന്ന എനിക്കുള്ളത് ആ ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വേണം. ഇപ്പം മാരത്തോണൊക്കെ ഓടാൻ പോകുന്ന ഒരാൾക്ക്
നല്ലപോലെ പ്രാക്ടീസ് വേണ്ടി വരും. അതുപോലെ ഒരു ഓണ്ടർപ്രനർക്ക് ചെറിയ റിസ്ക് ഒന്നും എടുത്താൽ പോരാ, നല്ലപോലെ കാര്യങ്ങൾ, റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് പറയണത്. അതേപോലെ ഒരു ടോപ്പ് റാങ്കിൽ എത്തുന്ന ഒരാള് നമ്മൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതിയോ? അവിടെ നമ്മൾ ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കണം, നമ്മൾക്ക് പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ച് പഠിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ കണ്ട സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ല ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഒരു ആവറേജ് മാർക്ക് എനിക്ക് ലഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങനെ നോർമൽ റുട്ടീനൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെ മൂവ് ചെയ്യും. സോ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, എന്നാൽ മാത്രമാണ് അവിടെ നിന്നാണ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഈ ബുക്കിൽ പറയപ്പെടുന്നത്. മൂന്നാമത് പറയുന്ന കാര്യമാണ് മൾട്ടി ടാസ്കിങ്. ഞാൻ ഇങ്ങനെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം എനിക്ക് അറ്റ് എ ടൈമിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഞാൻ മൾട്ടി ടാസ്കിങ് ആണ്, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ റിസ്ക് ഇല്ല. ഇങ്ങനെ ഞാൻ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ സയൻസ് പറയണത് എന്താന്ന് വെച്ചാൽ, മൾട്ടി ടാസ്കിങ് എടുക്കുന്ന സമയത്ത് ബ്രെയിൻ അറ്റ് എ ടൈം ചിന്തിക്കുക ടാസ്ക് ടു ടാസ്ക് നമുക്ക് വേഗം ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. സോ നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കുറയും, അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റേക്ക് കൂടും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. ഇപ്പം ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്ന അപ്രോച്ച് എന്താന്ന് വെച്ചാൽ, അവർ അറ്റ് എ ടൈമിൽ ഒരു ടാസ്കേ ചെയ്യുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ടാസ്ക്. സോ പ്രൊഡക്ടിവിറ്റി കൂടുമെന്നാണ് ഇതിൽ പറയുന്നത്. സോ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ടാസ്ക് എടുത്തിട്ട് അടുത്തതിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഡു ഹാർഡ് തിങ് ഫസ്റ്റ്. അതായത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ ആദ്യം ചെയ്യാൻ നോക്കുക, അത് തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവില്ലേ? അല്ലാതെ നമ്മൾ ഇരിക്കും തോറും നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കും, അയ്യോ അത് തീർന്നില്ല, അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതെനിക്ക് തീർക്കാൻ പറ്റുമോ എന്നറിയില്ല, ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും. സോ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം എടുക്കുക. ഇപ്പം ഏറ്റവും നമ്മൾ ഏറ്റവും മോർണിംഗ് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് മൈൻഡ് ആയിരിക്കും. കാരണം നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ ആ ദിവസം. സോ നമുക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ളത് ഫസ്റ്റ് എടുത്തിട്ട് അത് തുടങ്ങാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ടുള്ള ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. അതേസമയം നമ്മൾ ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ആ ദിവസത്തിന്റെ ഏറ്റവും ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടാവും. മൈൻഡ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് വന്നതല്ലേ. സോ നമ്മൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒന്നും കൂടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സോ നമ്മൾ ഒരു ദിവസത്തിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് പറയുന്നത്. സോ ഡു ഹാർഡ് തിങ് ഫസ്റ്റ്. ഹാർഡ് തിങ് മീൻസ് അത് എന്തും ആവാട്ടോ. ഇപ്പം ജോലി എന്നുള്ളത് മാത്രമല്ല, ഇപ്പം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതാവാം. ഇപ്പം എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മളത് ആലോചിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഡിസിഷൻ എടുക്കാം. ഈ ഒരു കാര്യം നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കും അല്ലെങ്കിൽ വേറെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.